ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെൻസ് ഓഫ് വാഗമണിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മഹാനായ വേദപണ്ഡിതനും സഭാപിതാവുമായ വിശുദ്ധ ജെറോമിനെ കുറിച്ചാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശുദ്ധ ജെറോം ക്രിസ്തുവർഷം 347 കിഴക്കൻ യൂറോപ്പിലെ സ്ട്രിക്ടോൺ എന്ന സ്ഥലത്താണ് ജനിച്ചത്. കേവലം ഒരു വിശുദ്ധൻ എന്നതിലുപരി കത്തോലിക്ക സഭയ്ക്ക് നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന എന്നത് ലത്തീൻ ഭാഷയിലുള്ള വൾഗാത്ത എന്ന ബൈബിൾ പരിഭാഷയാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളായി അംഗീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം സാധാരണക്കാർക്ക് ദൈവവചനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഗ്രീക്ക്, ഹീബ്രു ഭാഷകളിൽ നിന്നും ലത്തീനിലേക്ക് ബൈബിളിനെ പരിഭാഷ ചെയ്യപ്പെടാൻ അദ്ദേഹം ഏകദേശം 20 വർഷത്തോളം കഠിനാധ്വാനം. ഇതുവഴി ദൈവവചനത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശുദ്ധ ജെറോമിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ പോരാട്ടമായിരുന്നു. യൗവനത്തിൽ റോമിൽ ആഡംബര ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പിന്നീട് അവയെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിൽ ഏകാന്തവാസം തെരഞ്ഞെടുത്തു. അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥനയിലും പഠനത്തിലും മുഴുകി. പിൽക്കാലത്ത് ബെത്ലഹേമിൽ താമസിച്ച് നിരവധി രചനകളും വ്യാഖ്യാനങ്ങളും രചിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ സഭയുടെ ആദ്യകാല ചരിത്രത്തെയും വേദോപദേശങ്ങളെയും അറിയാൻ ഇന്നും നമ്മെ സഹായിക്കുന്നു. സത്യം, അറിവ്, ദൈവവചനം എന്നിവയെക്കുറിച്ചുള്ള വിശുദ്ധ ജെറോമിന്റെ ആഴമായ സമർപ്പണവും സ്നേഹവുമാണ് അദ്ദേഹത്തെ ഒരു മഹാനാക്കിയത്. ഒരു ബൈബിൾ പഠിതാവിനും ഗവേഷകനുമായ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രചോദനമാണ്. ക്രിസ്തുവർഷം 420 സെപ്റ്റംബർ 30 അദ്ദേഹം അന്തരിച്ചു. ദൈവവചനത്തെ സ്നേഹിക്കാനും പഠിക്കാനും നമ്മെ പഠിപ്പിച്ച ഈ വിശുദ്ധന്റെ പ്രചോദനം ഉൾക്കൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകാം.